Divisional Accountant Officer, Important Question Discussion, Chapter 10, Part 1. First question, what is double entry system of bookkeeping? എന്താണ് double entry system of bookkeeping? It can be defined as a system of recording transaction having two fundamental aspects, one involving the receiving of the benefit and other giving the benefits in the same set of book. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് രണ്ട് ആസ്പെക്റ്റ് ആണ്, ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് എത്രയുണ്ട്? ഇൻവോൾവിങ് എന്താണ്? റിസീവിങ്ങും ഉണ്ട്, ഗീവിങ്ങും ഉണ്ട്. എന്തോ ഒരെണ്ണം നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, എന്തോ ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് ചില റൂളുകളുണ്ട്. റൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നൊക്കെ. അപ്പം അത് നമ്മൾ ചെയ്യുന്നത്, അപ്പം മെയിനായിട്ട് അക്കൗണ്ടിന് 3 അക്കൗണ്ടാണ് ഒരു ഫേം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് അക്കൗണ്ടുകൾക്കും ഓരോ റൂളുകളുണ്ട്, ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും. ഇപ്പോൾ ഏതൊക്കെയാണ് 3 അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഈ 3 അക്കൗണ്ടിനകത്തും ഒരു റൂൾ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വരുന്ന ട്രാൻസാക്ഷനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. നമുക്ക് ഡേ ടു ഡേ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഹാവിങ് 2 ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ്. അതിൽ എന്തുണ്ട്? 2 ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റിസീവിങ് ആസ്പെക്ട്സും ഒന്ന് ഗീവിങ് ആസ്പെക്റ്റും. അപ്പോൾ ഇത്രയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് അക്കൗണ്ട് 3 ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു പേഴ്സൺസ് ആയിട്ട് ഒരു വ്യക്തിയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ്? റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റിയലായിട്ട് കാണാൻ പറ്റുന്ന മെയിനായിട്ട് അസറ്റുകളൊക്കെ എന്താണ്? റിയൽ അക്കൗണ്ടാണ്. ഫർണിച്ചർ, മെഷീനറി, പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറയുന്നത് റിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അസറ്റുകളെല്ലാം റിയൽ അക്കൗണ്ടാണ്. ഈ റിയൽ അക്കൗണ്ടിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്രോപ്പർട്ടി അക്കൗണ്ട് എന്നും. നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ട് റിലേറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇൻകവും എക്സ്പെൻസസ് റിലേറ്റ് ചെയ്ത അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ 3 അക്കൗണ്ടുകൾക്കും ബേസിക് ആയിട്ട് കുറച്ച് റൂളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂളുകൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഇതിൽ തന്നെ ആദ്യം പേഴ്സണൽ അക്കൗണ്ട് എടുക്കാം. പേഴ്സണൽ അക്കൗണ്ടിൽ എന്താണ്? റിസീവറിനെ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. അപ്പോൾ എന്താണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്? റിസീവ് ദ ഡെബിറ്റ്. ഡെബിറ്റ് ചെയ്യുന്ന ആരെയാണ്? റിസീവറെയാണ്. ക്രെഡിറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഗീവറെയാണ്. അപ്പോൾ അതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. നെക്സ്റ്റ് എന്താണ്? റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. അപ്പോൾ എന്താണോ നമ്മുടെ ഇതിലോട്ട് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ നമ്മളിൽ നിന്ന് പോകുന്നത് ഗോസ് ഔട്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. നെക്സ്റ്റ് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻസസ് കാണിക്കുന്ന അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ റൂളെന്ന് പറയുന്നത് നമ്മൾ എല്ലാ എക്സ്പെൻസസുകളും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എല്ലാ ഇൻകവും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകവും നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ്, ഈ ഒരു ബേസിലാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് നടത്തുന്നത്. ഇതൊരു നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് റൂളുകളും കാര്യങ്ങളും. ഈ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൂളും കൂടെ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. മെയിനായിട്ട് 2 ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്റ്റ് അഥവാ ഗീവിങ് ആസ്പെക്റ്റ്. രണ്ടാമത് നോക്കാം. ആസ് പെർ ദ ഡുവൽ ആസ്പെക്റ്റ് ഓഫ് അക്കൗണ്ടിങ് എവറി ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് 2 ആസ്പെക്റ്റ്. One who receive is debit and one who gives is credit. നമ്മൾ പറഞ്ഞു തിയറി പോർഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. നമ്മൾ റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റിനെ പറയുന്ന പേരെന്താണ്? ഡെബിറ്റ് എന്നാണ്. കൊടുക്കുന്ന ഗിവ് ചെയ്യുന്ന ആളെ എന്താ പറയുന്നത്? ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റിൽ അക്കൗണ്ടിങ് ഇയറിലെ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഗീവിങ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് എന്നും ഗിവ് ചെയ്യുന്ന ആളെ എന്താണ്? ക്രെഡിറ്റർ എന്നുമാണ് പറയുന്നത്. മൂന്നാമത്തെ ദ അക്കൗണ്ട് റിസീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് വിച്ച് ഗീവ്സ് ദ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ എന്താണ്? റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്ത് ബെനിഫിറ്റാണ്? ഡെബിറ്റ് ബെനിഫിറ്റാണ് കിട്ടുന്നത്. കൊടുക്കുന്ന ആക്കോ ഗീവ് ചെയ്യുന്ന ആക്കോ എന്ത് ബെനിഫിറ്റാണ്? ക്രെഡിറ്റ് ബെനിഫിറ്റാണ്. നെക്സ്റ്റ് നാലാമത്തെ ദ സിസ്റ്റം അണ്ടർ വിച്ച് ദ ബോത്ത് ചേഞ്ചസ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ടുഗദർ. വൺ
ചേഞ്ചസ് ഇൻ ഡെബിറ്റ് ആൻഡ് അതർ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഈക്വൽ എമൗണ്ട് ഈസ് നോൺ ആസ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, രണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ ഒരുമിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഒന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽ എമൗണ്ട് ആണ്, തുല്യമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ പറയുന്ന ബുക്ക് കീപ്പ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന്. അഞ്ചാമത്തേത്, ദ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് ആൻഡ് എവരി ക്രെഡിറ്റ് ഹാസ് ഡെബിറ്റ്. നമ്മൾ പറഞ്ഞു എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് ഉണ്ട്, എല്ലാ ക്രെഡിറ്റിനും ഒരു ഡെബിറ്റ് ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ? എവരി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് ആൻഡ് എവരി ക്രെഡിറ്റ് ഹാസ് എ ഡെബിറ്റ്. നെക്സ്റ്റ് ആറാമത്തേത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫോളോസ് എൻകമ്പോസസ് ദ പ്രൈമർലി inflows on accounts in income and outflow of accounts of expenses. അപ്പോൾ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ പ്രൈമറി ആയിട്ട് ഇൻഫ്ലോ ഓഫ് അക്കൗണ്ട്സും ഉണ്ടായിരിക്കും, ഔട്ട്ഫ്ലോ ഓഫ്, അതായത് ഇൻഫ്ലോ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും. ഇൻഫ്ലോ മീൻസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. ഔട്ട്ഫ്ലോ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന, ഫേമിൽ നിന്നും പോകുന്ന ഇൻകം, പോകുന്ന എക്സ്പെൻസസുകളാണ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അക്കൗണ്ട്സും കാണും, എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അക്കൗണ്ട്സും കാണും. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം? എന്താണ് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം? ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് മെയിൻലി റെപ്രസെൻറ്റ്സ് ദ അക്കൗണ്ട്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് എൻറ്റിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, എക്സെട്ര. ദീസ് ഓർഗനൈസേഷൻ എൻജോയ്സ് യൂണിക് monopolistic rights in their business activities since they are formed under special act of പാർലമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അവിടെ മെയിനായിട്ട് അവരുടെ പബ്ലിക് യൂട്ടിലിറ്റീസ്, അവിടുത്തെ ഗവൺമെൻറ് യൂട്ടിലിറ്റീസ്, പബ്ലിക് യൂട്ടിലിറ്റീസ് എല്ലാം ലൈക്ക് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, ഇങ്ങനെയുള്ള ഈ പബ്ലിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിരുന്നത് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു. അവർക്ക് എന്താ, ഒരു മോണോപ്പൊളിസ്റ്റ്, ഒരു കുത്തകയായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു മോണോപ്പൊളിസ്റ്റിക് കൺട്രിയാണ്. അവിടെ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ അവരുടെ ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റിൻ്റെ ബേസിസിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു എന്ത്? ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം. എട്ടാമത്, ദ ആനുവൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് പ്രിപ്പയർഡ് ഇൻറ്റു 2 പാർട്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സിസ്റ്റം ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും എന്താണോ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബേസ് ചെയ്തിൽ, പിന്നെന്താണ് ജനറൽ ബാലൻസ് ഷീറ്റും. 9, ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ. യൂഷ്വലി ദ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് യൂസ്ഡ് ബൈ പബ്ലിക് യൂട്ടിലിറ്റി എൻറ്റിറ്റീസ് ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റി, നമ്മുടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒരു സ്പെഷ്യൽ പാർലമെൻറ്റ് ആക്ടിൻ്റെ ബേസിസിൽ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം. ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ബട്ട് എ സിസ്റ്റം ഓഫ് പ്രസൻറ്റിംഗ് യൂഷ്വൽ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ എന്താണ്, ഇതൊരു നോട്ട് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്താ, ഒരു സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ പ്രസൻറ്റിങ് ആനുവൽ ഫിനാൻഷ്യൽ, ഒരു ആനുവൽ ബേസിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ബുക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ ബാലൻസ് ഷീറ്റ് ഹാസ് 2 പാർട്ട്. ബാലൻസ് ഷീറ്റിന് എന്തുണ്ട്? 2 പാർട്ടുകളുണ്ട്. എന്തൊക്കെയാണ്? റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റലും ജനറൽ ബാലൻസ് ഷീറ്റും. എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. നെക്സ്റ്റ്, the main objective of the system is to show how much amount of fixed capital is raised from the public and how much it has spent on the acquisition of fixed asset. Its aim is not to reveal the financial position on a particular date. അപ്പോൾ എന്താണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇറ്റ് ഷോസ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലാണ് റേസ് ചെയ്തത്, അതായത് പബ്ലിക്കിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് റേസ് ചെയ്തത്, പിന്നെ എത്ര നമ്മൾ സ്പെൻഡ് ചെയ്തു, ഹൗ മച്ച് ഇറ്റ് സ്പെൻഡഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നോക്കുന്നത്.
അപ്പോൾ ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് റിവീൽ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്കൊരു അത് ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ജനറൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ്? ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് റിമെയിൻഡ് net revenue account and income and expenses of public utility concern and disclosed. അപ്പോൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് റീനെയിംഡ്. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ റീനെയിം ചെയ്ത് റവന്യൂ അക്കൗണ്ട് എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം എക്സ്പെൻസസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ഈസ് ഡിസ്ക്ലോസ്ഡ്. നെക്സ്റ്റ്, in this system a fixed asset is shown at the cost in the capital account and fixed asset are not shown in the depreciated value. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ത് കോസ്റ്റിലാണ്? ഫിക്സഡ് അസറ്റ് അതിൻ്റെ വാല്യൂ ഓഫ് കോസ്റ്റിൽ എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഒരിക്കലും ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആയിരിക്കില്ല കാണിക്കുന്നത്, അതിൻ്റെ വാങ്ങിച്ച സമയത്തുള്ള വാല്യൂ തന്നെ ആയിരിക്കും കാണിക്കുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കില്ല? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ ഡിപ്രീസിയേഷൻ, തേയ്മാനം കുറയ്ക്കുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് അതർ ലോൺസ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട് ആസ് ആൻ അപ്രോപ്രിയേഷൻ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ഷോൺ ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും അതർ ലോൺസും എവിടെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ നെറ്റ് റവന്യൂ അക്കൗണ്ട്. നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും അതർ ലോൺസും ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് റവന്യൂ അക്കൗണ്ടിൻ്റെ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണെങ്കിലോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ആൻഡ് ഷോൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ്? ദ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ പെർമനൻ്റ്ലി റീറ്റേൺഡ് ആസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട് കുറയ്ക്കും, പ്രീമിയം ആഡ് ചെയ്യും. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ് ആർ പെർമനൻ്റ്ലി റീറ്റേൺ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ജനറൽ റിസർവ്സ്, സിങ്കിങ് ഫണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ബാലൻസ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ്സ് ആർ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ എങ്ങനെയാണ് റിസർവ്സുകളും സിങ്കിങ് ഫണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ ബേസിക്കായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസിലൊക്കെ പഠിച്ചപ്പം എന്താണ് ജനറൽ റിസർവ്, എന്താണ് സിങ്കിങ് ഫണ്ട് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം സിങ്കിങ് ഫണ്ട്, ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ബാലൻസ് ഓഫ് നെറ്റ് റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ് ഇതൊക്കെ എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുമ്പം നമുക്കറിയാം കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രസ് വരുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു അപകട ഇപ്പോൾ ഒരു ലോസിലോട്ട് പോവുകയാണ്, ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫണ്ട്, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിലോട്ട് നമ്മൾ പൈസ മാറ്റുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് എടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്ന കണ്ടീജൻസീസ്, ഡിസ്ട്രസ് ഒക്കെ വരുന്ന ടൈമിൽ, അപ്പോൾ അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൽ ഏതാ അറിയാത്തത്? ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എവിടെയാണ്? ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ്? റിന്യൂവൽസ് ആർ പ്രിപ്പയർഡ് ഔട്ട് ഓഫ് കറണ്ട് റവന്യൂ. അപ്പോൾ എങ്ങനെയാണ് റിന്യൂവൽസ് പുതുക്കി കൊടുക്കാനുള്ളത്? അതൊക്കെ എവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കറണ്ട് റവന്യൂവിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഡെറ്റ് ഓൺ അസറ്റ്. ഇറ്റ് ഈസ് മെറ്റീരിയൽ വെദർ സച്ച് അസറ്റ് എക്സിറ്റ് ഓർ നോട്ട് ഓൺ ദ ഡേറ്റ് ഓഫ് ദി അക്കൗണ്ട്. അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് the total expenditure of the date on asset. അപ്പോൾ total expenditure date on assetൽ the material either such asset exit or not on the date of the account. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് എന്താ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ ഡേറ്റ് ഓഫ് അസറ്റ്. ഇമ്മെറ്റീരിയൽ either such asset exit or not in the date of the account. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഫീച്ചേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ്
ഓഫ് ബുക്ക് കീപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്, അതിലെന്തൊക്കെ ആസ്പെക്റ്റ് വരുന്നുണ്ട്, ഡ്യുവൽ ആസ്പെക്റ്റിൽ വരുന്നുണ്ട്, എവരി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് ആൻഡ് എവരി ക്രെഡിറ്റ് ഹാസ് എ ഡെബിറ്റ്. പിന്നെ എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലും റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് P&L അക്കൗണ്ടിൽ പിന്നെ മെയിനായിട്ട് നമുക്ക് റൂളുകളുണ്ടെന്ന് പറഞ്ഞു. 3 ടൈപ്പ് അക്കൗണ്ടുകളിലും 3 റൂളുകളാണെന്ന് പറഞ്ഞു. ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റമാണ് മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.